Question നോക്കുക. The energy required to take a satellite to a height h above Earth's surface is E1, and the kinetic energy required for the satellite to be in a circular orbit at this height is E2. The value of h for which E1 and E2 are ഈക്വൽ ഈസ് എന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ് നോക്കുക. 1.28 ഇൻറ്റു 10⁴ കിലോമീറ്റർ, 6.4 ഇൻറ്റു 10⁻³ കിലോമീറ്റർ. ഓപ്ഷൻ 3 3.2 ഇൻറ്റു 10⁻³ കിലോമീറ്റർ. ഓപ്ഷൻ 4 1.6 ഇൻറ്റു 10⁻³ കിലോമീറ്റർ എന്നുള്ളതാണ് നമ്മുടെ ഈ ക്വസ്റ്റ്യൻസിൽ തന്നിട്ടുള്ളത്. ഇതെന്ന് പറയുന്നത് 9th January 2019 ഷിഫ്റ്റ് ടു JEE പരീക്ഷയ്ക്ക് വന്നിട്ടുള്ള ചോദ്യമാണ്. പക്ഷെ ചെയ്ത് പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പ്രകാരം നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതാണ് നമ്മുടെ എർത്ത് എന്ന് വിചാരിക്കുക. അപ്പോൾ എർത്തിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് 6 ആണ്. ഈ പോയിന്റിൽ നിന്നും ഒരു പെർട്ടിക്കുലർ ഹൈറ്റ് അകലെയായിട്ടാണ് നമ്മുടെ സാറ്റലൈറ്റ് എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നത്, റിവോൾവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ പോയിന്റിൽ നിന്നും ഈ പോയിന്റിലേക്ക് നമുക്ക് എന്ത് ചെയ്യണം, സാറ്റലൈറ്റിനെ ആദ്യം ലിഫ്റ്റ് അപ്പ് ചെയ്യണം. അപ്പോൾ ഇവിടുത്തെ എനർജി, പൊട്ടൻഷ്യൽ എനർജി UI ആണ്, ഇവിടുത്തെ പൊട്ടൻഷ്യൽ എനർജി UF ആണ്. അപ്പോൾ ഈ ഡിഫറൻസ് എന്ന് പറയുന്നതാണ് E1 എന്ന് ക്വസ്റ്റ്യനിൽ തന്നേക്കുന്നത്. സോ E1 ഈസ് ഈക്വൽ ടു UF മൈനസ് UI എന്ന് നമുക്കിവിടെ മാർക്ക് ചെയ്യുവാനായിട്ട് സാധിക്കും. ഈ പോയിന്റിലുള്ള പാർട്ടിക്കിളിന് എന്തുണ്ട്, ഒരു കൈനറ്റിക് എനർജി ഉണ്ട്. ആ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് E2 ആണ്. ഓക്കെ, ദെൻ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള പോയിന്റ് ഇതാണ്. E1 എന്ന് പറയുന്ന വാല്യൂ E2 എന്ന് പറയുന്ന വാല്യൂവും എന്താണ്, ഈ തുല്യമാണ്. അങ്ങനെ തുല്യമാണ് എന്നുണ്ടെങ്കിൽ ഈ ഹൈറ്റ് എന്ന് പറയുന്നത് എത്രയാണ് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. കിട്ടിയില്ലേ? അപ്പോൾ ഈ പ്രോബ്ലം നമുക്ക് അങ്ങനെ സോൾവ് ചെയ്യാം. ആദ്യം E1ൻ്റെ വാല്യൂ കാണാം, അതിനുശേഷം E2 കണ്ടെത്തുക, അതിനുശേഷം E1ഉം E2ഉം ഈക്വൽ ആക്കുക, ദെൻ അതിൻ്റെ ഉള്ളിൽ നിന്നും ഹൈറ്റ് കണ്ടെത്തുക. ഇതാണ് ഇതിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് UF എന്ന് പറയുമ്പോൾ നമുക്കറിയാം 6 + h ആണ് UF. UA എന്ന് പറയുമ്പോൾ 6 മാത്രമാണ് ഉണ്ടാവുകയുള്ളൂ. സോ UF ഈക്വൽ ടു മൈനസ് GMM ഡിവൈഡഡ് ബൈ R + h മൈനസ് UI എന്ന് പറയുകയാണെങ്കിൽ ഈ പോയിന്റിൽ എക്സ്പീരിയൻസ് ചെയ്യുന്നതാണ്. അത് എത്രയാണ് വരിക, മൈനസ് GMM ഡിവൈഡഡ് ബൈ R ആണ് വരിക. ദെർഫോർ EI ഈസ് ഈക്വൽ ടു മൈനസ് GMM ഡിവൈഡഡ് ബൈ R + h പ്ലസ് GMM ഡിവൈഡഡ് ബൈ 6 എന്നുള്ളതാണ് നമ്മുടെ എക്സ്പ്രഷനായിട്ട് മാറുന്നത്. ഇതാണ് EA. ഇനി EA അല്ല E1. ഇനി എന്താണ് E2? E2 എന്ന് പറഞ്ഞാൽ ആ പോയിന്റിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന കൈനറ്റിക് എനർജിയാണ്. സോ ഹാഫ് M ഇൻറ്റു V0². V0 എന്ന് പറയുകയാണെങ്കിൽ എന്താണ്, ഓർബിറ്റൽ വെലോസിറ്റിയാണ്. V0 ഈസ് ഈക്വൽ ടു √GM ഡിവൈഡഡ് ബൈ R + h ആണ്. അതിവിടെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ഹാഫ് M ഇൻറ്റു GM ഡിവൈഡഡ് ബൈ R + h എന്നുള്ളതാണ് ഇക്വേഷൻ നമ്പർ 2 ആയിട്ട് മാറുന്നത്. ക്വസ്റ്റ്യൻ പ്രകാരം E1ഉം E2ഉം എന്താണ്, ഈക്വൽ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ. സോ ഇവിടെ മൈനസ് GMM ഡിവൈഡഡ് ബൈ R + h പ്ലസ് GMM ഡിവൈഡഡ് ബൈ R is equal to M/2 into GM ഡിവൈഡഡ് ബൈ R + h എന്ന് നമുക്കിവിടെ എഴുതാനായിട്ട് സാധിക്കും. ഇവിടെ GMM എല്ലാം കോമൺ ടേം ആണ്. അപ്പോൾ അതെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നു, കോമൺ ടേം ആക്കി എടുത്തിട്ട് കട്ട് ചെയ്ത് കളയാണ് ചെയ്യുന്നത്. സോ കട്ട് ചെയ്ത് കളയുമ്പോൾ നമുക്കിവിടെ എന്ത് വരും, മൈനസ് 1 ഡിവൈഡഡ് ബൈ R + h പ്ലസ് 1/R ഈസ് ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു R + h എന്നായിട്ട് മാറാണ് ചെയ്യുന്നത്. ഇനി 1/R ഇവിടെ നിർത്തുക, മൈനസ് 1/R + h ഷിഫ്റ്റ് ചെയ്യിപ്പിക്കുക. അപ്പോൾ എന്തായിട്ട് മാറും, 1/R ഈസ് ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു R + h പ്ലസ്
1 ഡിവൈഡഡ് ബൈ ആർ പ്ലസ് എച്ച് എന്നായിട്ട് നമ്മുടെ എക്സ്പ്രഷൻ ചേഞ്ച് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നോക്കാം, ആർ പ്ലസ് എച്ച് എന്നുള്ളത് കോമൺ ടേമാണ്. അപ്പോൾ ഇവിടെ 1 ഡിവൈഡഡ് ബൈ ആർ പ്ലസ് എച്ച് ഇൻറ്റു 1/2 പ്ലസ് 1 ദാറ്റ്സ് ഈക്വൽ ടു 3 ഡിവൈഡഡ് ബൈ ആർ പ്ലസ് എച്ച് എന്നായിട്ട് നമ്മുടെ എക്സ്പ്രഷൻ ചേഞ്ച് ചെയ്യാണ് ചെയ്യുന്നത്. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക. അപ്പോൾ 2 ഇൻറ്റു ആർ പ്ലസ് എച്ച് ഈസ് ഈക്വൽ ടു 3r എന്നായിട്ട് മാറും. ബ്രാക്കറ്റ് എക്സ്പാൻഡ് ചെയ്യുക. അപ്പോൾ ഇവിടെ 2r പ്ലസ് 2h ഈസ് ഈക്വൽ ടു 3r എന്നായിട്ട് മാറും. സോ ഇതിൽ നിന്നും h ഈസ് ഈക്വൽ ടു r/2, അതായത് 6.4 ഇൻറ്റു 10⁻³ കിലോമീറ്റർ ഡിവൈഡഡ് ബൈ 2. അപ്പോൾ 3.2 ഇൻറ്റു 10⁻³ കിലോമീറ്റർ എന്ന് പറയുന്ന റിസൾട്ട് നമുക്കിവിടെ ഫോം ചെയ്ത് വരികയാണ് ഉണ്ടാകുന്നത്. നല്ലൊരു ന്യൂമറിക്കൽ പ്രോബ്ലമാണ്, ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് ബ്രില്യൻറ്റിൻ്റെ പരീക്ഷാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഈ സെയിം ക്വസ്റ്റ്യൻ തന്നെ വന്നിട്ടുണ്ട്. അത് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക.